വായിക്കാൻ പോണേ മലയാള അക്ഷരത്തിന്റെ ആ. ഒരു റാ വരച്ച് ഡാ വരച്ച് ഒരു റായൂടെ വരച്ച് ഒരു റായൂടി ഇവിടെ നിന്ന് വരച്ച് ഒരു രായാക്കി മാറ്റുക. ടീച്ചർ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു റാ വരച്ച് ഒരു റാ വരച്ച് ഒരു റായൂടെ വരച്ച് ഒരു രായാക്കി മാറ്റുക. ഇതെന്താണ് കുട്ടികളെ? ആ അമ്മ അച്ഛൻ, അമ്മ അച്ഛൻ, അമ്മ അച്ഛൻ, അമ്മ. ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ സ്വന്തം മിഹില ടീച്ചർ. ഞാൻ ഇന്നലെ ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തോ? പോസ്റ്റർ തയ്യാറാക്കിയോ? പത്രവാർത്ത എഴുതിയോ? ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയൊരു കവിതയാണ്. അത് ടെക്സ്റ്റ് ബുക്കിലെ 32-ാം പേജിൽ വായിച്ചു ആസ്വദിക്കൂ, കുറിപ്പെഴുതൂ എന്ന് ഇതിലാണ്. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഈ കവിത വായിച്ചിട്ട് ഇതിനൊരു ആസ്വാദിച്ച് കുറിപ്പെഴുതണേ. ഞാൻ ഇതിൽ നിന്ന് രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. കാടിനെ ആരാണ് രക്ഷിച്ചത്? അതെ, കറക്റ്റ്, മായ. പക്ഷികളുടെ നേതാവാരെ? അതെ, കറക്റ്റ്, ഗരുഡമ്മാവൻ. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചറിന്റെ കുഞ്ഞുമക്കൾ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച വാക്കുകളൊക്കെ പഠിച്ചില്ലേ? ഇന്നും ടീച്ചർ കുറേ വാക്കുകൾ അക്ഷരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ? ടീച്ചറിന്റെ പേര് ടീച്ചറിന്റെ കുഞ്ഞുമക്കൾ വായിക്കില്ലേ? ഇതെന്താണ് ടീച്ചറിന്റെ കുഞ്ഞുമക്കളൊന്ന് വായിച്ചേ? എന്ന് കൂടി പറഞ്ഞേ. താര. ഇതെന്താ? എന്ന് കൂടി പറഞ്ഞേ. താര. വന്നു. എന്ന് കൂടി പറഞ്ഞേ. വന്നു. ഇതെന്താ? കൂട്. ഒന്നുകൂടി വായിച്ചേ. കൂട്. ഇതെന്താ? തുറന്നു. ഒന്നുകൂടി വായിച്ചേ. തുറന്നു. ഒന്ന് കൂട്ടി വായിച്ച് നോക്കാം. ഒന്ന് വായിച്ചേ. കൂട് തുറന്നു. ഇതുകൂടി വായിച്ചേ. കൂട് തുറന്നു. ഇതെന്താ? അരി. ഒന്നുകൂടി പറഞ്ഞേ. അരി. ഇതെന്താ? ഒന്നുകൂടി പറഞ്ഞേ. വിതറി. എന്ന് കൂട്ടി വായിച്ചു നോക്കാം. എന്ന് പറഞ്ഞേ. അരി വിതറി. ഒന്നുകൂടി പറഞ്ഞേ. അരി വിതറി. ടീച്ചർ കുറച്ച് അക്ഷരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. പ. ഒന്നുകൂടി പറഞ്ഞേ. പ. ഇതെന്താ? റ. ഒന്നുകൂടി പറഞ്ഞേ. റ. ഇതെന്താ? ഞ. എന്ത്? ഞ. ഇതെന്താ? വ. ഒന്നുകൂടി പറഞ്ഞേ. വ. ഇതെന്താ? ല. ഒന്നുകൂടി പറഞ്ഞേ.
എനിക്ക് പകർന്ന് തന്ന എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എന്താ വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് നിങ്ങളുടെ ടീച്ചർ ഞാനാണ്. നമുക്ക് പാഠമെടുത്താലോ? ഇംഗ്ലീഷ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. A cat, C-A-T, a hat, H-A-T, hat, fan, F-A-N, fan, van, V-A-N, van, cap, C-A-P, cap, bag, B-A-G, bag. നിങ്ങൾക്ക് ആ പേജ് മനസ്സിലായോ? അത് എഴുതി പഠിക്കണേ. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? അമ്മയും കുട്ടിയും ഓടിയെത്തി നേരമെന്നിയോ മനിക്കും അമ്മ, പാല് തരും പിപ്പി തരും പാവത്തരും അമ്മ, ഉമ്മ വയ്ക്കും പാട്ടുപാടുമെന്നും എൻ്റെ അമ്മ, പട്ടുടുപ്പ് തുന്നിത്തരും പൊട്ടു തൊടും അമ്മ. നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കൂടെ ഒന്നുകൂടി എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പാട്ട് പാടിക്കേ. ഓടിയെത്തി നേരമെന്നെ ഓമനിക്കും അമ്മ, പാല് തരും പിപ്പി തരും പാവ തരും അമ്മ, ഉമ്മ വയ്ക്കും പാട്ട് പാടും എന്നും എൻ്റെ അമ്മ, ഉമ്മ വയ്ക്കും പാട്ട് പാടും എന്നും എൻ്റെ അമ്മ, പട്ടുടുപ്പ് തുന്നിത്തരും പൊട്ടു തൊടും അമ്മ. എല്ലാവരും പാടി നോക്കണട്ടോ. എല്ലാവരും പഠിക്കണം നല്ലോണം. ബൈ ബൈ. എല്ലാരും പഠിക്കുന്നില്ലേ? ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഗണിതമാണ്. നന്ദനയും ഉണ്ണിയും അഭിനന്ദും നെല്ലിക്ക പെറുക്കാനായി വന്നു. നന്ദനയ്ക്ക് കിട്ടിയിരിക്കുന്നത് 24, ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നതോ 32, അഭിനന്ദിന് 14. 10ന്റെ കൂട്ടങ്ങൾ ഒന്നിലേക്കും ആക്കാം. നമുക്കൊന്ന് ചേർത്താലോ? ഇത് 2, 2 10കൾ ഇവിടെയുണ്ട്. 4 എവിടെയോ 1ന്റെ കൂട്ടങ്ങൾ 4ലേക്കാക്കാം. ഇനി ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് 32 ആണ്. അതില് ഏതാണ് 10ന്റെ കൂട്ടം? 3. 1ന്റെ കൂട്ടമോ 2. അഭിനന്ദിന് കിട്ടിയിരിക്കുന്നത് 14. അതിന് എത്ര 10 ഉണ്ട്? 1 10, 4, 1. ഇതില് ആർക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്? ഉണ്ണിക്ക്. താങ്ക് യു. ഹായ് കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഇന്നലത്തെ പാഠം നിങ്ങൾ പഠിച്ചു വന്നെങ്കിൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? പറന്നു വന്നവർ. നമുക്ക് ആ പാഠമെടുത്ത് ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചിരുന്നോളണം, എന്നാൽ നിങ്ങൾക്ക് എല്ലാം ചോദിക്കുമ്പോൾ കിട്ടും. കാക്ക പറന്നു വന്നു, തറയിൽ ഇരുന്നു. എന്തിനാ വന്നത്? വിശന്നിട്ട്. നിന്റെ കൂടെ വിടെ? അതാ ആ മരത്തിൽ. അരി തിന്നാൻ ആരൊക്കെ വന്നു? അരി തിന്നാൻ തത്ത വന്നു, അരി തിന്നാൻ കാക്ക വന്നു. കുന്നിക്കോഴി ചോദിച്ചു, തത്തേ തത്തേ കൂടെ വിടെ? ആ പനയിൽ.
വാക്ക് പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, എന്തിനാ വന്നത്. പിന്നെ കാക്ക ഒരു മറുപടി പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, വിശന്നിട്ട്. പിന്നെ കുഞ്ഞിക്കോയ് വേറൊരു കാര്യം ചോദിച്ചിരുന്നല്ലോ. അതെന്താണെന്ന് അറിയാമോ? അതെ, നിന്റെ കൂടെവിടെ. അപ്പൊ കാക്ക വേറൊരു മറുപടി പറഞ്ഞിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അതാ ആ മരത്തിൽ. ശരിയാണ് എല്ലാം പറഞ്ഞത്. കുട്ടികൾ, നാളെ നമ്മളുടെ ഈ പാഠങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ട് വരിക. ഇനി നമ്മളെല്ലാവരും ഈ പാഠം പഠിച്ചാൽ നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും എല്ലാം നമുക്ക് ഉത്തരങ്ങളും കിട്ടും. എന്നാൽ ഈ പാഠത്തിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ദിവസം നമുക്ക് കാണാം. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഗണിതമാണ്. അഭിനന്ദിന് കിട്ടിയ റാണി ഇർക്കിളിക്ക് 10 പോയിന്റ്, മക്കൾ ഇർക്കിളിക്ക് 1 പോയിന്റ്. അപ്പോൾ ഇവിടെ 2 എണ്ണമുണ്ട്. അപ്പോൾ ഇത് 10ന്റെ സ്ഥാനത്ത് 2 എന്ന് എഴുതുക. 1ന്റെ സ്ഥാനത്ത് 8 എന്നും എഴുതുക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്? 28. നന്ദനയ്ക്ക് കിട്ടിയ റാണി ഇർക്കിളി 3 എണ്ണമുണ്ട്. ആ 3 എന്ന് 10ന്റെ സ്ഥാനത്ത് എഴുതുക. 7 എന്ന് 1ന്റെ സ്ഥാനത്തും എഴുതുക. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏതാണ് സംഖ്യ വരുന്നത്? 37. അങ്ങനെ നബീദക്ക് കിട്ടിയ റാണി ഇർക്കിളി 2 എണ്ണമാണ്. അപ്പോൾ 2 എന്ന് 10ന്റെ സ്ഥാനത്ത് എഴുതുക. പിന്നെ 6 എന്ന് 1ന്റെ സ്ഥാനത്തും എഴുതുക. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ് വരുന്നത്? 26. ഉണ്ണിക്ക് കിട്ടിയ റാണി ഇർക്കിളി 1 ആണ്. അപ്പോൾ ഇവിടെ 1ന്റെ സ്ഥാനത്ത് 1 എന്ന് തന്നെ എഴുതുക. ഇവിടെ 3 എണ്ണമുണ്ട്. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 3 എന്ന് എഴുതുക. അപ്പോൾ ഇത് എത്രയാണ്? 13. സഞ്ജുന് കിട്ടിയത് 2 റാണി ഇർക്കിളിയാണ്. അപ്പോൾ ഇവിടെ 9 എണ്ണമുണ്ട്. ഇത് 10ന്റെ സ്ഥാനത്ത് എഴുതുക. ഈ 2 ഇത് 9 എണ്ണമുണ്ട്. 9 1ന്റെ സ്ഥാനത്ത് എഴുതുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താണ്? 29. താങ്ക് യു. ഹായ് കുട്ടികളെ, ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ? നമുക്കൊരു പാട്ട് പഠിച്ചാലോ? എങ്കിൽ നമുക്ക് പാടാം. നന്മയാണ് ടീച്ചർ, അമ്മയാണ് ടീച്ചർ, കുട്ടികൾ ഞങ്ങൾക്ക് എല്ലാമാണ് ടീച്ചർ. നന്മയുള്ള ലോകം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തന്ന് ഞങ്ങളെ പഠിപ്പിക്കും ടീച്ചർ. എല്ലാവരും ശ്രദ്ധിക്കൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കും. പിച്ച വെച്ച നാൾ മുതൽ ചേർത്തു പിടിച്ച് കൈകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ. നന്മയാണ് ടീച്ചർ, അമ്മയാണ് ടീച്ചർ, കുട്ടികൾ ഞങ്ങൾക്ക് എല്ലാമാണ് ടീച്ചർ. ടീച്ചറുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ നാളെ പഠിച്ചു വരണം കേട്ടോ. എന്നാൽ ബൈ. ഹായ്, ഗുഡ് മോർണിംഗ്. കൂട്ടുകാർക്ക് സുഖമല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന തുറന്നു വിട്ട തത്ത എന്ന പാഠമാണ്. അതിനു മുമ്പേ ഞാൻ
പാഠം ഒന്ന് വായിച്ചേൽപ്പിക്കാം. ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത്. തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നാളെ വരുമ്പോൾ വായിച്ചിട്ട് വരണം. ടാറ്റ, ബൈ ബൈ. എൻ്റെ എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹായ് കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾക്കിന്ന് ഒരു പാട്ട് പഠിക്കാം. നിങ്ങൾക്കെല്ലാം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. നിങ്ങൾക്കെല്ലാം പാട്ട് ഇഷ്ടമായോ? നാളെ വരുമ്പോ പാട്ട് നല്ലോണം പഠിച്ചു വരണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എടുത്ത പാഠം ക്ലോക്കിന്റെ പാഠമാണ്. അപ്പോൾ ടീച്ചർ ക്ലോക്കിന്റെ പാഠത്തിൽ നിന്ന് 3 ചോദ്യം ചോദിക്കാനേ. എത്ര സെക്കൻഡ് ചേർന്നാണ് 1 മിനിറ്റ് എന്ന് മനസ്സിലാക്കുക? മോളെന്ന് പറയേ, എത്ര സെക്കൻഡ് ചേർന്നാലാ? ആ വേഗത്തെ മോളെന്ന് പറയും, എത്ര സെക്കൻഡ് ചേർന്നാലാ? 60 സെക്കൻഡ് ചേർന്നാലാണ് 1 മിനിറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ എത്ര മിനിറ്റ് ചേർന്നാണ് 1 മണിക്കൂർ എന്ന് മനസ്സിലാക്കുക? എത്ര മിനിറ്റ് ചേർന്നാലാ മോനെ? 60 മിനിറ്റ് ചേർന്നാണ് 1 മണിക്കൂർ എന്ന് മനസ്സിലാക്കുക. അപ്പോ എത്ര മണിക്കൂർ ചേർന്നാണ് 1 ദിവസം എന്ന് മനസ്സിലാക്കുക? ആ വേഗത്തെ മോളെന്ന് പറയാം. 24 മണിക്കൂർ ചേർന്നാണ് 1 ദിവസം എന്ന് മനസ്സിലാക്കുക. അപ്പോ ഈ പാഠാണ് ടീച്ചർ ഇതുവരെ എടുത്തത്. അപ്പൊ ഈ പാഠത്തിലുള്ള ടീച്ചർ വായിച്ചു തരികയാണ്. ക്ലോക്കിലെ ഓരോ സൂചിയും എന്തിനെ സൂചിപ്പിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനം നോക്കി സെക്കൻഡും മിനിറ്റും പറയാൻ കഴിയും. എല്ലാവർക്കും അറിയില്ലേ? 24 മണിക്കൂർ ചേർന്നാണ് 1 ദിവസം എന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? 60 മിനിറ്റ് ചേർന്നാണ് 1 മണിക്കൂർ എന്നറിയാം. എല്ലാവർക്കും മനസ്സിലായി? 60 സെക്കൻഡ് ചേർന്നാണ് 1 മിനിറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് ഫുള്ള് നിങ്ങൾക്ക് ഹോംവർക്കാണ് കേട്ടോ. ടീച്ചർ എന്താ നിങ്ങൾക്ക് കാണിക്കാനായി ഒരു ക്ലോക്ക് കൊണ്ടുവന്നിട്ട് ഇതെല്ലാവരും വായിക്കട്ടോ. ഇത് വായിച്ച് ടീച്ചറിന്റെ വാട്സാപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കുട്ടികളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. കുട്ടികളെ ഒന്ന് മലയാളം എടുത്തേ. മലയാളത്തിലെ ഞാവൽക്കാട് എന്നുള്ള പാഠമെടുത്തേ. ഞാവൽക്കാട് വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ്. വലിപ്പത്തിന്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം. ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാൽകുത്തിയിട്ടില്ല. കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം
നീളമുള്ള ആട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെ പോലും ആകർഷിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഹായ് കുട്ടികളെ, നിങ്ങൾക്ക് സുഖമാണോ? ഞാൻ പുതിയ ടീച്ചറാണ്. നമുക്ക് ക്ലാസ് എടുക്കാം. GK ക്ലാസ് എടുക്കാം. ഫിഷ്, ക്യാറ്റ്, rabbit, parrot, dog, feature. Cat, fish, cat, rabbit, parrot, dog, feature. നാളെ പഠിച്ചു വരണം. താങ്ക് യു. നിങ്ങൾ സുഖന്നല്ലേ? ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരങ്ങ് കേട്ട് പഠിക്കോ? എന്നാ ഞാൻ പാടിത്തരാം. ഓടിയെത്തും നേരമെൻ്റെ ഓമനയ്ക്കും അമ്മ പാലിത്തരും പീപ്പിത്തരും പാവത്തരും അമ്മയ്ക്കും പാട്ട് പാടും എന്നും എൻ്റെ അമ്മ പട്ടുറപ്പ് തുന്നിത്തരും പൊട്ടി തൊടും അമ്മ. ഞാൻ ഒന്നുകൂടി പാടിത്തരാം. ഓടിയെത്തും നേരം എൻ്റെ ഓമനയ്ക്കും അമ്മ പാലിത്തരും പീപ്പിത്തരും പാവത്തരും അമ്മ ഉമ്മയ്ക്കും പാട്ട് പാടും എന്നും എൻ്റെ അമ്മ പട്ടുടുപ്പ് തുന്നിത്തരും പൊട്ടി തൊടും അമ്മ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പാട്ട് പാടണേ, പാട്ട് പഠിക്കണേ. നാളെ പാടി തരണം കേട്ടോ. എന്നാ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കു വേണ്ടി ഒരു ദിനം. അധ്യാപകനും ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്. നമ്മുടെ അറിവും കഴിവും പെരുമാറ്റവും എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഈ കോവിഡ് മഹാമാരിക്കാലത്തും ഞങ്ങളുടെ പഠനങ്ങൾക്ക് പിന്തുണ നൽകുകയും ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും എൻ്റെ ഹൃദ്യമായ അധ്യാപക ദിന ആശംസകൾ. ഹായ് കുട്ടികളെ, ഞാൻ എടുക്കാൻ പാഠം അമ്മയും കുട്ടികളുടെ പാട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഓടിയെത്തും നേരമെന്നെ ഓമനിക്കും അമ്മ പാൽ തരും പീപ്പിത്തരും പാവത്തരും അമ്മ ഉമ്മയ്ക്കും പാട്ട് പാടും എന്നും എൻ്റെ അമ്മ പട്ടുടുപ്പ് തുന്നിത്തരും പൊട്ടു തൊടും അമ്മ. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി വീട്ടിൽ നിന്ന് എല്ലാവരും പാടി നോക്കണം. ഞാൻ ഇത് പാഠം എൻഡ് ചെയ്യുകയാണ്. ഓക്കെ. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഇന്നൊരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ജോണി ജോണി ഹേ പപ്പ
സുഖമല്ലേ? ഇന്നലെ എടുത്ത പാഠം ഒന്നും കൂടി വായിക്കാം. A cat, a hat, a fan, a van, a cap, a bag, a hen, a pen, a jet, a net, a bed, a leg. A cat, a hat, a fan, a van, a cap, a bag, a hen, a pen, a jet, a net, a bird, a leg. നാളെ പഠിച്ചു വരണം. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ ആശംസകൾ. ഹലോ കുട്ടികളെ, നമ്മൾക്കിന്നൊരു പാഠമെടുത്താലോ? എല്ലാവരും ബുക്കെടുക്ക്. എല്ലാവരും ബുക്കെടുത്തല്ലോ. നിങ്ങൾ പേജ് നമ്പർ 11 പാഠം എടുക്കൂ. എല്ലാവരും എടുത്തല്ലോ. അതിലൊരു ബോയ് ഉറങ്ങുന്നത് കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? നമ്മൾക്ക് ഉറങ്ങാനുള്ളൊരു പാട്ട് പാടിയാലോ? എല്ലാവരും പാടുമല്ലോ എൻ്റെ കൂടെ? പാടും. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dong bell. എല്ലാവരും ഇത് പഠിക്കുമല്ലോ. നമുക്ക് നാളെ ക്ലാസ്സിൽ കാണാം. ബൈ. ഹായ് കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു പാട്ട് പഠിച്ചാലോ? Roses are red, violets are blue, sugar is sweet and so happy. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും നന്നായി പഠിക്കണേ. താങ്ക് യു കുട്ടികളെ. നമസ്കാരം. ഐസ്കിൽ കുറിച്ച നാൾ മുതൽ അറിവിന്റെ ആദ്യ അക്ഷരം പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ. താങ്ക് യു. എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും നല്ലൊരു അധ്യാപക ദിനം ആശംസിക്കുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. നമസ്കാരം. എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും നല്ലൊരു അധ്യാപക ദിനം ആശംസിക്കുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എല്ലാവരും ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം നമുക്ക് ഒന്നും കൂടി വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത്. Vidyadhara was the king of Gandhara. He was just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. His people were very happy. The king did not have children. As the people grew older, everyone got more and more worried. Who would take over the kingdom after him? To find a successor,
The king thought of an idea. He decided, I will distribute some seed to all the children in the country. The child who grows the biggest, healthiest plant will become the prince of the princess. They can take their months for it. The king ordered his minister to give a proclamation. എല്ലാവരുടെ വീട്ടിൽ പൂന്തോട്ടൊക്കെ ഇല്ലേ? അമ്മമാരവിടെ പച്ചക്കറിയൊക്കെ നടന്നാവല്ലേ? അപ്പം ഒരു വിത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ? സൺലൈറ്റ്, എയർ, സോയിൽ, വാട്ടർ. ഒരു വിത്ത് നടുമ്പോൾ നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത്? ഡിഗിങ്, പിന്നെ സോയിങ്, വിത്ത് ഇടുക, പിന്നെ വാട്ടറിങ്, വെള്ളം ഒഴിക്കുക, മാനറിങ്, വളം ഇടുക, മാനറിങ്, പിന്നെ റീപ്പിങ് എന്ന് വെച്ചാൽ അത് മുറിച്ച് മാറ്റുക. പിന്നെ ഇതൊക്കെയാണ് ഒരു വിത്തിന് ആവശ്യമായത്. ഹായ് കുട്ടികളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു പാട്ട് പഠിക്കാം. ജോണി ജോണി എസ് പപ്പ ഈറ്റിംഗ് sugar no papa, telling lies no papa, open your mouth ha ha ha. എല്ലാവരും പഠിക്കണേ. ഹായ് കുട്ടികളെ, നമുക്കിന്നൊരു പാട്ട് പാടാം. എങ്കിൽ നമുക്കൊന്ന് പാടിയാലോ? ജോണി ജോണി എസ് പപ്പ sugar no papa. എല്ലാവരും ശ്രദ്ധിക്കൂ. Telling us no papa. Open your mouth ha ha ha. എല്ലാവർക്കും ഇഷ്ടമായില്ലേ?